നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എൻ്റെ പുട്ടിൻ്റെ വീഡിയോസൊക്കെ. ഞാൻ അമൃതം പൊടി പുട്ട്, പിന്നെ എന്താ അരിപ്പൊടിയിൽ പുട്ടുണ്ടാക്കി. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന രാഗിയിൽ പുട്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ വീഡിയോ. ഇതിൽ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് വെള്ളം, രാഗി പൊടിയൊക്കെ ആക്കിയിട്ട് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചിരട്ടയിൽ തേങ്ങ ഇട്ട് പതുക്കെ പതുക്കെ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. നന്നായിട്ട് പൊട്ടിടാം. എന്താണെന്ന് വെച്ചാൽ ലെയർ പോലെ നിങ്ങൾക്ക് തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഒരു ലെയർ പൊടിയിടാം. ഓക്കെ, രാഗി ആകുമ്പോൾ കുറച്ച് വെന്ത് കിട്ടും. കുറച്ച് ടൈം എടുക്കും കേട്ടോ വേവാൻ. അതാണ് കുറച്ച് നേരം എക്സ്ട്രാ ടൈം വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ മേലെ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. തേങ്ങയുടെ രാഗി പിന്നെ നല്ല സാധനമാണല്ലോ, കൊച്ചുകൾക്കൊക്കെ നമുക്ക് കൊടുക്കാം. പഴത്തിൻ്റെ ഒപ്പം വേണമെന്നുവെച്ചാൽ വേറെ എന്തെങ്കിലും ചെറുപയറോ അല്ല വേറെ എന്തെങ്കിലും കടലക്കറിയൊക്കെ ആക്കിയിട്ട് കഴിക്കാം. സെയിം സംഭവം തന്നെ പുട്ട്, അത് ചിരട്ടയിൽ ഉണ്ടാക്കുന്നു. അതിന് വേറെ ടേസ്റ്റാണ് ചിരട്ടയിൽ ഉണ്ടാക്കുമ്പോൾ. പിന്നെ രാഗിപ്പൊടി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വെള്ളം കുറച്ച് യൂസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ പൊടി മിക്സ് ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അത് അബ്സോർവ് ചെയ്യും വെള്ളം. അപ്പോൾ എന്ത് പറ്റും, നല്ല ലിക്വിഡി ആകുമ്പം വെന്ത് കിട്ടാൻ കുറേ ടൈം എടുക്കും, പിന്നെ ചിലപ്പം വേവില്ല. അപ്പം ഞാനാണെന്ന് വെച്ചാൽ ഈ രാഗിപ്പൊടി മിക്സായിട്ട് കിട്ടുള്ളൂ, അപ്പോൾ അതാണ് യൂസ് ചെയ്തത്. അതുപോലെ കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ എത്ര വേണ്ട, സ്റ്റാർട്ടിങ് ലോയിൽ വെച്ചിട്ട് പിന്നെ ഹൈ ആക്കിയിട്ട് യൂസ് ചെയ്താൽ മതി. ഫാസ്റ്റായിട്ട് ടപ്പ് ഇട്ട് കൊടുക്കുക, നല്ല ബോളായിട്ട് കിട്ടും. കണ്ടോ, ഇതുപോലെ നന്നായിട്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്യണം. ഓക്കെ, ചിരട്ട മാത്രം കിട്ടിയാൽ മതി, പിന്നെ ഇതിൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ, ആൻഡ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.